നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അർജൻറ്റീന ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നുപോയിട്ടുണ്ടല്ലോ. നോക്കൗട്ട് സ്റ്റേജിലൊക്കെ അവർ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് കടന്നു വന്നത്. പക്ഷെ അപ്പോഴും ടീമിലെ യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട്. ഇപ്പോൾ നിക്കോബാസിന് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ അവസരമില്ല, വാലന്റിൻ ബാർക്കോക്ക് അവസരമില്ല, ഹുലിയാനോ സിമിയോണിക്ക് അവസരമില്ല. ഇങ്ങനെയൊക്കെ വിമർശനങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഇന്ന് കളിക്ക് ശേഷം സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള കളി കഴിഞ്ഞിട്ട് കോച്ച് ലയണൽ സ്കലോനിയോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് യുവതാരങ്ങൾക്ക് അവസരമില്ലാത്തത്? കോച്ചിൻ്റെ മറുപടി, യങ് പ്ലെയേഴ്സിനെ കളിപ്പിക്കേണ്ടി വന്നാൽ ഞാൻ കളിപ്പിക്കും, അല്ലാതെ ഈ ഏജുമായി ബന്ധപ്പെട്ട് ഇതിലൊരു വിഷയവുമില്ല. കളിക്കണമെങ്കിൽ കളിക്കും, ആ ടീമിൽ ആ കളിയിൽ ആവശ്യമുണ്ടെങ്കിൽ കളിപ്പിക്കും. ഇപ്പോൾ ഈ കളി തന്നെ നോക്ക്, ഫ്ലാക്കോ ലോപ്പസ് വന്നില്ലേ, എന്നിട്ട് അദ്ദേഹം നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തില്ല. അപ്പോൾ കളിക്ക് ആവശ്യമാണെന്ന് തോന്നിയാൽ ഈ കളിക്കാരെ ഞാൻ ഇറക്കും. ഞങ്ങളുടെ ഡിസിഷൻസ് ഞങ്ങൾ എടുക്കുന്നത് ഓരോ കളിക്കനുസരിച്ചാണ്. ആ കളിയുടെ മൊമെൻ്റ് എന്താവശ്യപ്പെടുന്നു അതാണ്, ഈച്ച് മൊമെൻ്റ് റിക്വയേഴ്സ് അതെന്താണ്, അതനുസരിച്ചാണ് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, ആരെ ഇറക്കണമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഇറക്കണമെങ്കിൽ ഞങ്ങൾ ഇറക്കും. ഞങ്ങൾക്ക് ഈ താരങ്ങളെയൊക്കെ കൗണ്ട് ചെയ്യാൻ പറ്റും, ഇവരെല്ലാം ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്, ആവശ്യമെങ്കിൽ കളിക്കളത്തിലേക്ക് വിടും എന്നാണിപ്പോൾ ലയണൽ സ്കലോനി പറയുന്നത്. ഏതായാലും അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിലും വലിയ അവസരങ്ങൾ ഈ യുവതാരങ്ങൾ കൊടുക്കുന്നില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ തന്നെയാണ് അദ്ദേഹം റിലേ ചെയ്യുന്നുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം, നൗ വി വിൽ ഗോ ഫോർ വാട്ട് വി ക്യാൻ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള, ഞങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉപയോഗിച്ച് അവസാനം വരെ ഞങ്ങൾ പോകും. അവസാനത്തെ ശക്തിയും ഇതിനു വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കും, അവസാനത്തെ വിയർപ്പ് തുള്ളിയും ഞങ്ങൾ ഇതിനു വേണ്ടി സമർപ്പിക്കും. വി ആർ ഗോയിങ് ടു ഗോ ഫോർ ഇറ്റ് ഓൾ എന്ന് വളരെ കൃത്യമായിട്ട് കോച്ച് പറയുന്നു. ഞങ്ങളത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഞങ്ങളിനി അത് അച്ചീവ് ചെയ്യുന്നില്ലെങ്കിലോ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സോ ഒരു സംശയവും വേണ്ട, ഞങ്ങൾ ആ ശ്രമം നടത്തുമെന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. സോ ഇനി ഇന്നത്തെ മത്സരം നോക്കി എനിക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. വി വിൽ അനലൈസ് ഇറ്റ്. അത് വളരെ ക്ലിയറാണ്, അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ കളിയെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങളിപ്പോൾ സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഫുട്ബോളിൽ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വി ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. Maybe it is not that easy and it's something to be satisfied, happy and excited about എന്ന് തന്നെ കോച്ച് സെമി ഫൈനലിലേക്കുള്ള ടീമിൻ്റെ എൻട്രിയെക്കുറിച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.